ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. വീക്കെൻഡായിട്ട് എല്ലാവരും ഫ്രീ ആണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു സ്പെഷ്യൽ ഫുഡ് കഴിക്കണം, പിന്നെ ഈ കാണുന്ന കുഞ്ഞിക്കുട്ടന് എന്തെങ്കിലും നല്ലൊരു ടോയ്സ് മേടിച്ചു കൊടുക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അജ്മാനിലെ ഒരു വലിയൊരു 1-20 ആണ്. അപ്പം അതിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. മോന് ഭയങ്കര സന്തോഷത്തിലാണ്, അവനക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. അവിടെ ഡിറ്റർജൻറ്റ്, അതുപോലെ നമ്മൾ കിച്ചൺ ആക്സസറീസ്, നമുക്കൊരു കിച്ചണിക്ക് വേണ്ട കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടായിക്കോട്ടെ, ഇനി നമുക്ക് ക്ലീനിങ് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്നാക്സ്, ചോക്ലേറ്റ്, ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പക്ഷെ നമുക്ക് ഇതൊന്നുമല്ല മേടിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ലിഫ്റ്റ് കയറിയിട്ട് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താണ് ലെവൽ 1, 2, 3 ഇത്തരത്തിലൊക്കെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ലെവലിലോട്ട് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോഴേക്കും മോന് 2ഉം 1ഉം എല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാതും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ, അങ്ങനെ നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ലെവൽ 1ലോട്ടാണ് കേട്ടോ പോകുന്നത്. ലെവൽ 1ലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നല്ല ഡ്രസ്സ് വീട്ടിലിടാനും, അതുപോലെ നല്ല സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ജേഴ്സി ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 2-3 ഡ്രസ്സ് നല്ലത് കിട്ടിയപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തു. ബാക്കിയുള്ളത് നല്ലതൊന്നും തോന്നാത്തതുകൊണ്ട് കൂടുതൽ പർച്ചേസ് ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് ഓരോരോ സെക്ഷനും പോയി നോക്കാം, നല്ല എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോയപ്പോൾ തന്നെ ഈ ഒരു ലെവൽ 2 ഗേൾസിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിമ്പിൾ ആയിക്കോട്ടെ, ഹെവി ആയിക്കോട്ടെ, ഭയങ്കര നെക്ലേസ്, അതുപോലെ ബ്രേസ്ലെറ്റ്, ഇങ്ങനെ ഒത്തിരി ഓർണമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോന് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു, നല്ല കീ ചെയിനൊക്കെ ഇഷ്ടമുള്ളത് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലാണെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കുറേ വൈഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ന്യൂ ഇയർ ആയിക്കോട്ടെ, നാഷണൽ ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹലോവീൻ ആയിക്കോട്ടെ, ഏത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അത്തരത്തിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. കൂടാതെ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ് ഡോള്. ഇത്തരത്തിലുള്ള വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല കളേഴ്സിലും പല ഡിസൈനിലും വരുന്ന ഭയങ്കര കളക്ഷൻസ്. കൂടാതെ നമുക്കിതൊന്നും വേണ്ട, അതിൻ്റെ കൂടെ ഞാൻ ഒരു മിറർ കണ്ട സ്ഥിതിക്ക് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മോന് സംഭവം സത്യം പറഞ്ഞാൽ കാണാനില്ല, അവന് എവിടേക്കോ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. എന്തായാലും ഞാനും ജസ്റ്റ് ഈ ഒരു ടൈമിൽ ഓരോരോ സെക്ഷനും വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും വൈഡ് കളക്ഷൻസ് ആണ് ഓരോ ടൈപ്പ് ഗെയിംസ് ആയിക്കോട്ടെ, ടോയ്സിലും എല്ലാം വരുന്നത്. അപ്പോൾ the soul to this serene place. Let it go, let it be, like a river rolling free. In the silence you will see the harmony of you and me. നമ്മൾ സാധനം മേടിക്കാൻ വരികയാണെന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റംസും കാണണമെന്ന് നല്ലതാണ്. അപ്പോൾ പിന്നെ അതെല്ലാം കണ്ടു. പ്രത്യേകിച്ച് നമുക്കിതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് എന്താണെന്നുള്ളതിൽ പിന്നെയും പോയിട്ടുണ്ടായിരുന്നത് പലതരത്തിലുള്ള ഗൺസിൻ്റെ സെക്ഷനിലാട്ടാ. ഈ ഒരു ഗൺസിൻ്റെ സെക്ഷനിൽ തന്നെ ചെറിയ ഗൺസ് ഉണ്ട്, വലിയ ഗൺസ് ഉണ്ട്, ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഗൺസിൻ്റെ ഒരു സെക്ഷൻ, ഒരു 2-3 സ്ഥലത്ത് ഈ ഒരു ഗണ്ണ് തന്നെ ഉണ്ട്. പലതരത്തിലുള്ള ഗണ്ണ്, അതുപോലെ ഡോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവനിങ്ങനെ ജസ്റ്റ് നോക്കുന്നുണ്ട്. അവനക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും മേടിക്കണമെന്നില്ല, പക്ഷെ എല്ലാതും പോയി നോക്കും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അവന് പറയുന്നുണ്ട്. അവന് ഇപ്പം JCB മാറ്റിയിട്ട് വേറൊരു കാർ എടുത്തിട്ടുണ്ട്. അപ്പം അവന് ഓരോ വണ്ടി കാണുമ്പോഴും ഒന്ന് മാറ്റിയിട്ട് ഒന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് കൺഫ്യൂഷനാണ്. ഫൈനലി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിഫൻഡർ ആണ്. ഈ ഒരു ഡിഫൻഡർ വേണം, ബ്ലൂ കളർ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് ബ്ലൂ. അതുകൊണ്ട് തന്നെ അവന് ഫൈനലി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോയ് ആണ്. ഇതിൽ അവന് ലാസ്റ്റ് ഉറച്ചു നിന്നിട്ടാണ്. അങ്ങനെ അതും കഴിഞ്ഞു.
ഇനി ഉള്ളതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വ്യൂവിൽ കാണിക്കുകയാണ് കേട്ടോ. പലതരത്തിലുള്ള ബോൾസ്, അതുപോലെ അംബ്രല്ലാസ്. ചൂട് കാലത്ത് ആളുകൾ ഇവിടെ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് ഒത്തിരി ആളുകൾ പുറത്ത് നടക്കുമ്പം ഇതുപോലെ അംബ്രല്ലാസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നടക്കാറ്. പിന്നെ ഒത്തിരി ബോൾസ് ഉണ്ട്, അതുപോലെ കളേഴ്സ്, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കിഡ്സിൻ്റെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കളർ പെൻസിൽസ്, അതുപോലെ നമ്പർ കാർഡ്സ്, പലതരത്തിലുള്ള കളേഴ്സിൻ്റെതായിട്ടൊരു വൈറ്റ് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്പർ കാർഡ്സ്, മക്കൾക്കാണെങ്കിൽ ഒരു ആർട്ട് സെറ്റായിട്ടുള്ള വരുന്നുണ്ട് കേട്ടോ. കളേഴ്സും എല്ലാതും സംഭവം വാട്ടർ കളർ അങ്ങനെ എല്ലാം വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ബുക്സുകളാണ്, ഏത് തരത്തിലുള്ളതാണെങ്കിലും. അങ്ങനെ മോൻക്ക് ഞാൻ കുറച്ച് നമ്പർ കാർഡ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളൊരു മിറർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റാണ് ഒരു ഫോട്ടോ എടുക്കണം, ജസ്റ്റ് പറ്റിയാൽ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനും മോനും മാച്ചാക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട സ്ഥിതിക്ക് ഒരു വീഡിയോ എടുക്കാണ്ടിരുന്നാൽ മോശമല്ലേ എന്ന്. അപ്പം ഞങ്ങൾ ചെറിയ 2 വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെയല്ലേ നമുക്ക് ഇനി ഓർമ്മിക്കാൻ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ മോനും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നുണ്ട് കേട്ടോ, വീഡിയോക്കൊക്കെ ഇതാക്കിയിട്ട്. കാരണം അവന് നല്ല ഹാപ്പിയാണ്. അവനക്ക് ഇഷ്ടമുള്ള ഡിഫൻഡറും ബ്ലൂ കാറൊക്കെ എടുത്തതുകൊണ്ട് തന്നെ അവന് നല്ല ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല കേട്ടോ. ഞങ്ങളൊരു 3-4 മണിക്കൂർ നിന്ന് ഫൈനലി ബില്ല് ചെയ്തു. പപ്പ വന്നു. ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് നല്ല ഫുഡ്. അപ്പോഴേക്കും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് പിന്നെ കുറേ ചോക്ലേറ്റ് തിന്നുകൊണ്ട് അവനക്ക് വലിയ വിശപ്പില്ല. പക്ഷെ ഞങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പം ടിക്ടോക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്മോക്ഡ് മീറ്റ് ഫാക്ടറി. ഇവിടുത്തെ ബീഫ് ഒന്ന് ട്രൈ ചെയ്യണം, അസല് ടേസ്റ്റാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്താണേലും നോക്കിയില്ലേ, ഞങ്ങൾ എന്നും നമ്മൾ ഈ ബിരിയാണിയും ബാക്കിയുള്ളൊക്കെ ട്രൈ ചെയ്യുന്നതിൽ ഒരു വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്, സ്മോക്ഡ് മീറ്റ് ഫാക്ടറി. ഞങ്ങൾ ഉച്ചക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വീഡിയോയിൽ കാണുന്ന ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആ ഒരു സമയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളതിൽ അവരോട് തന്നെ ചോദിച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റംസ് ഏതാണോ അത് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 2-3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള കൗ ഷാങ്ക്. നല്ല ജ്യൂസി ആയിട്ട് ഉള്ളൊരു ഐറ്റമാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ റൈസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു ഐറ്റമാണ് ബ്രിസ്ക്കറ്റ്. ഇത് കിടുക്കാച്ചി ആയിട്ടാണ്. ഭയങ്കര, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ജ്യൂസിയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഭയങ്കര സ്പൈസി ഒന്നും ഇല്ലാത്ത മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇട്ടത്. മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോയിൽ കണ്ടപ്പോൾ ബ്രിസ്ക്കറ്റ് ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്നു. ആ ഒരു സംഭവം ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. നമ്മൾ നല്ല നാടൻ ചോറും ബിരിയാണി തിന്നുന്ന ടേസ്റ്റ് ഒന്നും ഈ ഒരു ഫുഡിന് എനിക്ക് തോന്നിയില്ല. പക്ഷെ മോൻക്ക് ഇഷ്ടമായിട്ടുണ്ട്. സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഡിപ്പായിട്ട് റൈസിൻ്റെ കൂടെ ഹണി വരുന്നുണ്ട്, അതുപോലെ ഒരു ഒരു ഡിപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഇല്ല. സോയ സോസ് പൊതുവേ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം മക്കൾ തിന്നുന്നില്ലെങ്കിലും ഹണി കൂട്ടിയിട്ട് ആ ഒരു മീറ്റ് നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു, സ്പൈസി അല്ലാത്തത്. പക്ഷേ കൗശാങ്ക് അതുപോലെ പള്ളിയിൽ നിന്ന് നെർച്ചോറിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്ന ബീഫ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മീറ്റ് അതേ ഒരു പോലത്തെ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളങ്ങനെ ഫുഡ് ട്രൈ ചെയ്തു. ആ ഒരു ആഗ്രഹം സാധിച്ചു, കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഗൈസ്.